അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാലോ അല്ലേ? ഓക്കെ ഓക്കെ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് കൊണ്ട് അല്ലേ? വേറെ ഒരു കേൾക്കുന്നില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ അൽഹംദുലില്ലാ. ഓക്കെ, അപ്പം അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഒരു ഇൽമിന്റെ മജ്ലിസിലും കൂടെ ഇവിടെ കൂടിയിരിക്കുകയാണ് അല്ലേ? അൽഹംദുലില്ലാ. അപ്പം ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മതപരമായ വിജ്ഞാനം അല്ലേ? മതപഠനം, അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, എവിടെയാണ് നമ്മൾ മതപഠനത്തിന്റെ കാര്യത്തിൽ ഉള്ളത് എന്ന്. സുബ്ഹാനല്ലാഹ് അല്ലേ? നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ദീനുൽ ഇസ്ലാം ഇൽമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദീനാണ് അല്ലേ? വളരെ എന്താ പറയാ, ഏറ്റവും ടോപ്പ് ലെയർ ഇമ്പോർട്ടൻസ് തന്നെ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് ഇറങ്ങിയ ആദ്യത്തെ 5 ആയത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യം എന്താണ് അല്ലെ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതേപോലെ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലേ? നിന്റെ ഏറ്റവും ഔദാര്യവാനായ നിന്റെ റബ്ബിന്റെ പേരിൽ അല്ലെങ്കിൽ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു, നീ വായിക്കുക. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് നിന്റെ റബ്ബ്. അപ്പം റബ്ബ് പഠിപ്പിക്കുകയാണ് ഇവിടെ. സുബ്ഹാനല്ലാഹ് അല്ലേ? റബ്ബ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള കാര്യമാണ് ദീനിലെ പഠനം, പഠിപ്പിക്കൽ, മതപഠനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എവിടെയാണ് ആ ഒരു കാര്യത്തിൽ, റബ്ബ് തന്നിരിക്കുന്ന ആ ഒരു നിഅമത്തിൽ, റബ്ബ് തന്നിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തത്തിൽ നമ്മൾ എവിടെയാണ് ഉള്ളത്? സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ തൊട്ട് മുമ്പുള്ള നമ്മളുടെ പൂർവ്വപിതാക്കന്മാരെന്ന് പറയുമ്പോൾ, നമ്മളുടെ വാപ്പ വല്യാപ്പ ജനറേഷനിലേക്ക് ചിന്തിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ ഒരുപാട് അല്ലേ, വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എൽമിന് വേണ്ടിയിട്ട് അല്ലേ? നമ്മള് വിരലിന്റെ തുമ്പത്താണ് എൽമ, എല്ലാ രീതിയിലുള്ള എൽമകളും. ഒരുപാട് പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റീസും കോഴ്സുകളും ഇന്റർനാഷണലി, പ്രത്യേകിച്ച് അറേബ്യൻ കൺട്രീസിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, മുമ്പും അവിടെയൊക്കെ മുമ്പും ഉണ്ടായിരുന്നു കോഴ്സസ്. പക്ഷെ ഇന്നത്തെ പോലെ ആക്സസ് ഇല്ലായിരുന്നു അല്ലെ? ഇന്നത്തെ പോലെ ആളുകൾക്ക് അവിടെ പോയി പഠിക്കാനും പഠിച്ചു വന്നിട്ട് നാട്ടിൽ പഠിപ്പിക്കാനും ഒന്നുമുള്ള സാഹചര്യങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതൊക്കെ ഭയങ്കര ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും പോവാം, പഠിക്കാം. അങ്ങനെയൊക്കെ എന്താ പറയാ, ഇൽമ ഒരുപാടുള്ള ഒരു സമയത്തിലാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ആലിമുകൾ, ഒരുപാട് ദീനി വിജ്ഞാനത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം, ബിരുദാനന്തര ബിരുദം ഒക്കെ നേടിയ ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഉണ്ട്. അപ്പൊ മതവിദ്യാഭ്യാസം, മതപഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കളവായി പോകും അല്ലേ? നമ്മളുടെ തൊട്ട് മുമ്പുള്ള ഒരു ജനറേഷനൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതവിദ്യാഭ്യാസം അല്ലെങ്കിൽ മതപഠനം മോശമാണെന്ന് നമുക്ക് പറയാനേ പറ്റൂല. അപ്പൊ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം, എന്താണ് ശരിക്കുള്ള നമ്മളുടെ മതപഠനത്തിന്റെ അവസ്ഥ. ഈവൻ നമ്മൾ ലോക്കലി നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന നാടുകളിൽ അല്ലേ? ഇപ്പം കേരളത്തിലാണെങ്കിൽ ഓരോ നമ്മളുടെ ജില്ലകളിലും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മദ്രസകളാണെങ്കിലും ഇപ്പം ചെറിയ കുട്ടികൾക്ക് ഓരോ കാറ്റഗറി ഏജിലെ, നന്ന ചെറിയ കുട്ടികൾക്ക്, കുറച്ച് മുതിർന്ന കുട്ടികൾക്ക്, ടീനേജേഴ്സിന്, യങ്സ്റ്റേഴ്സിനൊക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മദ്രസകളുണ്ട്, ക്ലാസ്സസ് ഉണ്ട്, അക്കാഡമീസ്. സുബ്ഹാനല്ലാഹ്, നൂറുൽ ഖുർആൻ മാഷാ അല്ലാഹ് കേരളത്തിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അക്കാഡമീസും ഇഷ്ടം പോലെ ഓൺലൈനും ഓഫ്ലൈനും
ലൈനും ഉണ്ട്. ഹിഫ്ള് സെന്റേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ഒരു 20 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിഫ്ള് സെന്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തപ്പിപ്പോണം. ഇപ്പൊ നമുക്കറിയാലേ ഓരോ ഡിസ്ട്രിക്റ്റിലും എവിടെയൊക്കെ നമുക്ക് ഹിഫ്ള് പഠിക്കാൻ പറ്റിയ സെന്റേഴ്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഹുഫാസുകളുണ്ട് അല്ലേ? എത്ര ആൾക്കാരാണ് ഹിഫ്ള് പഠിച്ചിട്ട്, എത്ര കുട്ടികളാണ് ചെറിയ ചെറിയ പ്രായത്തിലുള്ള അല്ലേ? അല്ലെങ്കിൽ എന്താണ് ടീനേജ് പ്രായത്തിലുള്ള മക്കള്, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എത്രയാ ഹുഫാദുകളുള്ളത് ഇപ്പൊ. അപ്പം നമ്മളെ തൊട്ട് മുമ്പുള്ള ജനറേഷനെ വെച്ച് നോക്കുമ്പം നമുക്ക് ഇഷ്ടം പോലെ ഇൽമും ഉണ്ട്, ഇൽമിന് അവസരങ്ങളും ഉണ്ട്. പക്ഷേ ശരിക്കും ഈ ഒരു നമ്മളിപ്പോ നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു നോളജ് ബൊമ്പാർട്ട്മെന്റ്, ഇസ്ലാമിക് നോളജ് ബൊമ്പാർട്ട്മെന്റ്, സാധാരണ നോളജിന്റെ കാര്യമില്ല നമ്മൾ പറയുന്നത്, ഐഹിക വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ഐഹിക എൽമിന്റെ കാര്യമല്ല പറയുന്നത്, ഇസ്ലാമിക് നോളജിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ നടക്കുന്ന എന്താ പറയാ ഒരു വിസ്ഫോടനം തന്നെ പറയല, അത്രയ്ക്ക് ഹെവി ആയിട്ട് നമുക്ക് നോളജ് എൽമ് കിട്ടുന്നുണ്ട്. ആ ഒരു എൽമ് ശരിക്കും ഇസ് ഇറ്റ് സെർവിങ് ദ പർപ്പസ്? ശരിക്കും അത് ആ ഒരു ലക്ഷ്യം എന്തിനാണോ നമ്മളുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമ പഠിക്കാൻ പറഞ്ഞത്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമ പഠിപ്പിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞത് എന്തിനാണോ അതിന്റെ ആ ഒരു ലക്ഷ്യം നിറവേറുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഈ ഇൽമ പഠിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇൽമ പഠിക്കുന്നവരെ നമുക്ക് പല കാറ്റഗറികളായിട്ട് തിരിക്കാം. ഓക്കെ, കുറച്ച് ആൾക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതപഠനം എന്ന് പറയുന്നത് അവരുടെ ആക്ച്വലി ഒരു നമ്മൾ ഫോർമൽ ആയിട്ടില്ലേ വേൾഡ്ലി എഡ്യൂക്കേഷൻ ഡിഗ്രി ഒക്കെ എടുക്കുന്നതിന്റെ ഒരു ആൾട്ടർനേറ്റ് സിസ്റ്റം ആയിരിക്കും. അതായത് അവരിപ്പം BA-യും BSc-യും ഒക്കെ എടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യും, ഇസ്ലാമിക് ഡിഗ്രികൾ എടുക്കും അല്ലേ? അറബിക് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് എടുക്കും, ഖുറാനിക് സ്റ്റഡീസ് എടുക്കും, ഇസ്ലാമിക് സ്റ്റഡീസ്, അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. വേറൊരു കൂട്ടം ആൾക്കാർ ഐഹിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് അല്ലെ? കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് കുഞ്ഞു നാളിൽ മുതലേ പ്യുവർ ആയിട്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ മാത്രം കൊടുത്തിട്ട് പോകുന്ന വേറെ വിഭാഗവും ഉണ്ട്. വേറെ ചിലര് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, അതായത് ഒരു 18 വയസ്സിന്റെ താഴെയുള്ള അല്ലെങ്കിൽ 15 വയസ്സിന്റെ താഴെയുള്ള സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു തുടങ്ങിയിട്ടില്ലാത്ത മക്കള് പല കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. അവര് ആ ഒരു വഴി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അവരിവിടെ വന്നത്, എന്തിനാ അവരിത് പഠിക്കുന്നത് ഒന്നും അറിയാണ്ട് പാരന്റ്സ് തള്ളിവിട്ട ഒരു വഴി കൂടെ പഠിക്കുന്നവരായിരിക്കും വേറൊരു വിഭാഗം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്ക്, ഇതിനകത്ത് ഏതിലാണ് ഞാൻ ഫിറ്റ് ആവുക. ഇനി നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടെ കാണാനുണ്ട്. ഓക്കെ, ഇനി വേറൊരു ചില കൂട്ടർ എങ്ങനെയാന്ന് വെച്ചാല് എവിടെന്നൊക്കെ കിട്ടുമോ ഓരോ കഷ്ണങ്ങൾ ഇസ്ലാമിക് വിദ്യാഭ്യാസം മതപഠനത്തിന്റെ കാര്യത്തിൽ എവിടെന്ന് കിട്ടുന്ന ബിറ്റ്സും പീസസും ഒക്കെ അവര് പെറുക്കും. അവർക്ക് പലപ്പോഴും വേണ്ടത് എന്തെങ്കിലും ഒരു വൺ വേർഡ് ആൻസർ ആയിരിക്കും. അവരുടെ ഒരു ഇബാദത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ, അല്ലെങ്കിൽ അവരുടെ ഫിഖർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. അതിന് വേണ്ടിയിട്ട് അവർ എവിടെന്നൊക്കെ കഷ്ണം കിട്ടുമോ അതൊക്കെ അവര് പെറുക്കിയെടുക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എൽമ തേടൽ എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് എനിക്ക് പാസ് മാർക്ക് മതി, പിന്നെ അതിന്റെ കൂടെ ഒരിത്തിരി ഗ്രേസ് മാർക്കും കൂടെ കിട്ടിയാൽ അത് മതി എന്നുള്ള രീതിയിലാണ് എടുക്കുക. അതായത് പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഉസൂലുകൾ എന്തൊക്കെയാണ്, അത് മാത്രം അറിയണം. പ്ലസ് ഗ്രേസ് മാർക്ക് എന്ന് പറയുമ്പോൾ കൂലി കിട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്താൽ കൂലി, ഇത് ചെയ്താൽ കൂലി എന്ന് പറഞ്ഞിട്ട് കൂലി ഉള്ളത് ഇങ്ങനെ അതിങ്ങനെ എന്താ പറയാ എവിടെയും കൊണ്ടുപോയി പ്ലഗ് ചെയ്യുന്ന പോലെയാണ്. അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് നോക്കി നടക്കുന്ന വേറൊരു കൂട്ടം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈവൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഖീദ പോലെയുള്ള ഫാക്ടേഴ്സ് പോലും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. അതായത് വിശ്വാസം കറക്റ്റ് ചെയ്യാന്നുള്ളത് പോലും പ്രശ്നമില്ല. പെട്ടെന്ന് ആൻസർ കിട്ടുന്ന അവിടുന്ന് ഇവിടുന്നൊക്കെ കഷ്ണം കിട്ടുന്ന മതവിദ്യാഭ്യാസം എടുക്കുന്ന വേറൊരു കൂട്ടര്. ഇനി വേറെ ചില കൂട്ടരുണ്ട്, കുറച്ച് മോഡേൺ ആണ്. അവര് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് അതേ അവർക്ക് ഇഷ്ടമുള്ളൂ. ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ഉള്ള ഇസ്ലാമിക് റീൽ അല്ലേ ഞാൻ കാണുന്നത്, അല്ലെ ഇസ്ലാമിക് ഷോർട്സ് അല്ലേ ഞാൻ കാണുന്നത്, പക്ഷെ കുറേ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്രക്ക് വിവരം വന്നിട്ടുണ്ടാവും ഈ ഷോർട്സും റീൽസും കണ്ടിട്ട്. എന്നിട്ട് അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാല് അറ്റൻഷൻ സ്പാന് കുറവാണ് ഇന്നത്തെ കാലത്ത്. ഭയങ്കര കുറവാണ്. നമുക്ക് വലിയ കാര്യം കുറേ നേരമൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അറ്റൻഷൻ സ്പാൻ ഇന്നത്തെ കാലത്ത് കുറവാണ്. ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കണം കേട്ടോ. ഈ അറ്റൻഷൻ സ്പാൻ കുറവുള്ള ഈ കാലഘട്ടത്ത്, ശരിയാണ് അറ്റൻഷൻ സ്പാൻ കുറവ് തന്നെയാണ് ഇന്ന്. ആൾക്കാർ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ കാലത്തും സ്കൂൾ വിദ്യാഭ്യാസം പണ്ടത്തെ പോലെ തന്നെ രാവിലെ പോയി വൈകുന്നേരം വരുന്ന പരിപാടി തന്നെയാണ്. അവിടുത്തെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 40 മിനിറ്റ് തന്നെയാണ് ഏകദേശം. എന്റെ അറിവ് അങ്ങനെയാണ്. ഇനി മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്കൂളിലേക്ക് കുട്ടികളെ ലോഡ് കണക്കിന് ബുക്ക് പുറത്ത് കയറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. ഈ അറ്റൻഷൻ സ്പാനുള്ള മാതാപിതാക്കളുടെ മക്കളെ, അതിനെ ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള മക്കള് സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണ്, ഒരു 5-8 മണിക്കൂർ കണ്ടിന്യൂസ് കേട്ടുകൊണ്ടാ.
അപ്പം ഇതുപോലെ ദീനീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കഷ്ണം കഷ്ണം എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അറ്റൻഷൻ സ്പാൻ കുറവായതുകൊണ്ടാണെന്ന് പറയുന്നത് വേറൊരു വിഭാഗം. ഇനി വേറൊരു വിഭാഗമുണ്ട്. അവര് ശരിക്കും ഓക്കെ ഞാൻ ദീനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അവര് പല ടോപ്പിക്കുകളായിട്ട് കുറച്ചും കൂടെ ലോങ് ആയിട്ട് അത് ഒരു അരമണിക്കൂർ, 1 മണിക്കൂറുള്ള ക്ലാസ്സുകള്, ലെക്ചേഴ്സ് സ്ഥിരമായിട്ട് ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അവര് കേൾക്കുന്നുണ്ടാവും. ഡെയിലിന്ന് തന്നെ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു ദിവസം 5ഉം 10ഉം ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ടാവും. അടുക്കളയിലുള്ളപ്പോഴും ഓഫീസിലുള്ളപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കുന്നവരായിരിക്കും. അതായത് ഇങ്ങനെ പല 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 സ്ഥലത്തു നിന്നും കിട്ടുന്ന പല 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 ഇൽമുകൾ എടുക്കുന്ന ആൾക്കാര്. സുബ്ഹാനല്ലാഹ്. നമ്മളല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതിലെങ്കിലും ഒന്നിൽ ഫിറ്റ് ആവുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മൾ മിക്കവാറും ആൾക്കാരും അല്ലേ? ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ തന്നെയാണ്. നമ്മൾ പഠനം നടത്തുന്ന ആൾക്കാർ തന്നെയാണ്. ഇൽമുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെയാണെന്ന് നമുക്കറിയാം അല്ലേ? കാരണം ഒരിത്തിരിയെങ്കിലും ഇൽമുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കൂല. സുബ്ഹാനല്ലാഹ്. വളരെ ഇൽമു കേട്ടിട്ടേ പരിചയമേ ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നമുക്ക് അതിലേക്ക് പോവാം. ആ വിഷയത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മളെല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു ഇൽമ ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാടുണ്ട്. എന്നാൽ അത് ശരിക്കും ഉദ്ദേശം നിറവേറുന്നുണ്ടോന്ന് അല്ലേ? അപ്പം എന്താണ് ഇൽമ? ഇസ്ലാമിലെ ഇൽമ നേടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇസ്ലാമിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇൽമ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു വിദ്യാഭ്യാസം നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ നഫ്സിനെ, നമ്മുടെ ഹൃദയത്തെ ട്രെയിൻ ചെയ്യുന്ന വിദ്യാഭ്യാസമാണ്. എന്നിട്ട് നമ്മളുടെ ബോഡി അതിനെ ഫോളോ ചെയ്യുന്ന വിദ്യാഭ്യാസമായിരിക്കണം. എന്നിട്ട് ഇതെന്തിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളുടെ ഇസ്ലാമിലുള്ള ഖുർആനും ഹദീസുകളും എന്തൊക്കെയാണോ നമുക്ക് സ്വീകാര്യമായത് അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളും പഠനങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മളുടെ നഫ്സിനെ, നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ ആത്മാവിനെ ട്രെയിൻ ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുന്ന ഒരു ശരീരം ഉണ്ടാക്കുക. അതുവഴി അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാക്കുക. ഇസ്ലാമിക സമൂഹത്തിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ദീനിൽ ഇൽമ പഠിക്കാന്ന് വെച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതൊരു ലൈഫ് ലോങ് ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ അഴുക്കുകളുണ്ടോ അതൊക്കെ പുറത്തേക്ക് എടുത്ത് കളഞ്ഞ് നമ്മളുടെ ദീനിൽ നമുക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടോ അതൊക്കെ അതിൻ്റെ അന്തസത്തയോട് കൂടി ഉൾക്കൊണ്ട് അള്ളാഹുവിന് എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ഒരു അബദാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതുവഴി നമ്മൾ അൾട്ടിമേറ്റ് തൗഹീദിൽ എത്താൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര തൗഹീദിന്റെ ആൾക്കാരാണ്. പക്ഷെ നമുക്ക് തൗഹീദിന്റെ മേലെ നിൽക്കുന്ന പലതും നമ്മൾക്കുണ്ട്. നമുക്ക് പല അറ്റാച്ച്മെന്റുകളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ നിൽക്കുന്ന അറ്റാച്ച്മെന്റ്സ് ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായിരുന്നു എൻ്റെ അറ്റാച്ച്മെന്റ്. ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഇണകളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സമയമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സൗകര്യങ്ങളായിരിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെക്കുമ്പോഴാണ് നമ്മളാകെ കുഴഞ്ഞു പോകുന്നത്, നമ്മളാകെ തളർന്നു പോകുന്നത്, നമ്മളാകെ സ്റ്റക്കായി പോകുന്നത്. അതാണ് അവിടെ നമ്മുടെ അറ്റാച്ച്മെന്റ് നമ്മളുടെയും തൗഹീദിന്റെയും ഇടക്ക് നിൽക്കുന്നത്. അപ്പം ദീനി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ ഇത്തരത്തിലുള്ള ഓരോ അറ്റാച്ച്മെന്റ്സും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏറ്റവും അവസാനം തടസ്സം നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ സ്വന്തം നഫ്സ്. ഈ പറഞ്ഞ എല്ലാത്തിനോടും നമുക്ക് അറ്റാച്ച്മെന്റ് മാറിക്കഴിഞ്ഞാലും നമ്മുടെ നെഫ്സ് നമ്മളുടെയും അള്ളാഹുവിന്റെ ഇടക്ക് നിൽക്കും. നമുക്ക് എല്ലാം ശരിക്കും അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ ഇബാദത്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നെഫ്സിൻ്റെതായ ഒരു കംഫർട്ട് ഉണ്ടാവും. കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്ന ഒരു നെഫ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ സുഖങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം നമ്മുടെ നെഫ്സും എന്താണ് നമ്മുടെ തൗഹീദിന്റെ ഇടയ്ക്ക് ഒരു തടസ്സമായിരിക്കും. അപ്പം അതിനെയും കൂടെ നമ്മൾ മാറ്റിവെച്ച് നമ്മളും അള്ളാഹും മാത്രം എന്നുള്ള ആ ഒരു തൗഹീദ്, അതിന് അള്ളാഹിനെക്കാളും മേലെ ഒന്നും ഇല്ല എന്നുള്ള അൾട്ടിമേറ്റ് തൗഹീദിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതായിരിക്കണം നമ്മളുടെ മതവിദ്യാഭ്യാസം. അതൊരു ഹോളിസ്റ്റിക്, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മളെ വാർത്തെടുക്കാൻ പറ്റുന്നതായിരിക്കണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനെ ഊട്ടി ഉറപ്പിക്കുന്ന, മുമ്പോട്ട് പോകുന്തോറും കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതായിരിക്കണം. നമ്മളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉള്ളതായിരിക്കണം. നമ്മുടെ ബുദ്ധിക്ക് വളർച്ചയുണ്ടാവണം. നമ്മുടെ ചിന്തകൾ മാറണം. നമ്മൾ ആഴത്തിൽ ചിന്തിക്കാൻ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആളുകൾ വെറും നിസ്കാരത്തിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും മാത്രമാണോ ചോദ്യങ്ങൾ ചോദിക്കാറ്? ഒരിക്കലും ഇല്ല അല്ലേ? നമ്മൾ എത്ര എത്ര ഹദീസുകൾ കാണുന്നു.
ഒരു ഹോളിസ്റ്റിക് സംഭവമാണ്. എല്ലാത്തിനെക്കുറിച്ചും ജീവിതത്തിന്റെ ഏത് മേഖലയെക്കുറിച്ചും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്ലാമികമായ ഒരു ഉത്തരമുണ്ട്. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. അത് പേഴ്സണൽ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, ബിസിനസ് റിലേറ്റഡ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഏതൊരു ഏരിയയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഒരു പരിഹാരമുണ്ട്. അതാണ് നമ്മളുടെ ദീനിന്റെ വിദ്യാഭ്യാസം. പക്ഷെ നമ്മള് വിചാരിക്കുന്നത് നമ്മൾ ശരിക്കും ഭയങ്കര എക്സ്ട്രീം എൻഡ് മതവിദ്യാഭ്യാസം നേടുന്ന ആളുകളാണെന്നല്ലേ. പക്ഷെ നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ടോ? നമ്മളെ നെഫ്സിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റം വരുത്തി, നമ്മുടെ സമൂഹത്തിന് മാറ്റം വരുത്തി, നമ്മുടെ ചിന്തകൾ മാറി, അല്ലേ, നമ്മുടെ ഇന്റലക്ച്വൽ എബിലിറ്റി മാറി, നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലുള്ള ഏത് പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ദീനി വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റിയിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ആ ഒരു അവസ്ഥയിലുള്ള വിദ്യാഭ്യാസം ആണോ, മതപഠനം ആണോ നമുക്ക് നടക്കുന്നത്? ഓക്കെ. നമ്മളുടെ ഹൃദയത്തിലേക്ക് നമ്മളുടെ ഈ വിദ്യാഭ്യാസം ഇമോഷൻസ് കൊണ്ടുവരുന്നുണ്ടോ? അല്ലെങ്കിൽ ഹൃദയത്തിനെ മാറ്റി വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാൻ എക്സർസൈസ് പഠിക്കുന്ന പോലെ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ട് ചെയ്യുകയാണോ നമ്മള്? നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹം എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു ഇമോഷൻ വരുന്നുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി എനിക്ക് ചേഞ്ച് ചെയ്യണം, എന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം, എന്റെ പെരുമാറ്റം ചേഞ്ച് ചെയ്യണം, എന്റെ ആളുകളായിട്ടുള്ള ഡീലിങ്സ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ചേഞ്ച് നമുക്ക് വരുന്നുണ്ടോ? അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇംപ്രൂവ് ആവുന്നുണ്ടോ? ഓരോ ദിവസവും ബെറ്റർ ആവുന്നുണ്ടോ? നമുക്കൊരു കമ്പാഷൻ, അനുകമ്പ, ദയ, സ്നേഹം അങ്ങനെയുള്ള വികാരങ്ങളൊക്കെ നമ്മുടെ അറിവിൽ നിന്ന് വരുന്നുണ്ടോ? പകരം നമുക്ക് അറിവിൽ നിന്ന് അഹങ്കാരാണോ വരുന്നത്? അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിദ്യാഭ്യാസമെങ്കിൽ, അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണെങ്കിൽ നമ്മളുടെ മതവിദ്യാഭ്യാസം നമ്മൾ ആദ്യം പറഞ്ഞ ഏത് കാറ്റഗറിയിലാണെങ്കിലും മാഷാ അല്ലാഹ് കറക്റ്റ് ട്രാക്ക് തന്നെയാണ്. പലർക്കും ഈ ഒരു പഠനം പഠിപ്പിക്കൽ ട്രാക്കിൽ പോകുമ്പോൾ ഈവൻ എന്റെ കുടുംബത്തിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് റിലേറ്റീവ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ടെന്നുള്ളത് പോലും മറന്നു പോകും. അത്രയ്ക്ക് ബിസിയാവും എന്തില്? പഠനത്തില്. എന്തിനാ നമ്മൾ പഠിക്കുന്നേന്ന് പോലും മറന്നിട്ട് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടും ആളുകളുണ്ട്. നമ്മളുടെ സമയം അവകാശമുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ പരിഗണന അവകാശമുള്ള ആൾക്കാരുണ്ടെന്ന് പോലും മറന്നു പോയിട്ട് നമ്മള് പറ്റുമെങ്കിൽ 200% അല്ലെങ്കിൽ 48 മണിക്കൂറും ഒരു ദിവസം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന തിയറികള് പ്രാക്ടിക്കലിലേക്ക് കൺവേർട്ട് ആവുന്നില്ലാന്നുണ്ടെങ്കില് നമ്മൾ തിയറി ആണല്ലോ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മതപഠനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് തിയറി പഠിക്കുന്നത്. അത് പ്രാക്ടിക്കലിലേക്ക് കൺവേർട്ട് ആവുന്നില്ലാന്നുണ്ടെങ്കില് അവസാനം ഒരു ഭയങ്കര മോശപ്പെട്ട റിയലൈസേഷൻ ആയിരിക്കും. കാരണം നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോയി. അതുകൊണ്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം നമ്മൾ എഫേർട്ട് എടുക്കണം. എന്തിന്? നമ്മൾ പഠിക്കുന്ന തിയറികളൊക്കെ പ്രാക്ടിക്കലാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അതിന് നമ്മളുടെ പഠനം സഹായിക്കുന്നില്ലാന്നുണ്ടെങ്കില്, നമ്മളുടെ മതപഠനം ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നലെ ഡീൽ ചെയ്തതിനേക്കാളും ഒരു ലെവല് സോഫ്റ്റർ ആയിട്ട് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കില്, ഇന്നലെ ഡീൽ ചെയ്തതിനേക്കാളും ഒരു ലെവൽ സ്നേഹത്തോടു കൂടി നമ്മുടെ മക്കളുടെ അടുത്ത്, ഹസ്ബൻഡിന്റെ അടുത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കില്, ഇന്നലത്തേതിനേക്കാളും ഒരു ലെവൽ വാത്സല്യം അധികം കൊടുത്ത് നമ്മളെ മക്കളുടെ അടുത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കില്, നമ്മള് ഫുൾ ടൈം അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ ഒരു ദിവസം 48 മണിക്കൂർ പഠിച്ചതുകൊണ്ട് അവസാനം നമ്മൾ നഷ്ടക്കാരിൽ പെടുകയുള്ളൂ. അപ്പം അതിന് അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന മതവിദ്യാഭ്യാസത്തിലല്ല നമ്മളുണ്ടെന്നുള്ളതെങ്കിൽ, ഈ മുകളിൽ പറഞ്ഞ ഏത് കാറ്റഗറി ആണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഇനി റീൽസ് കണ്ടിട്ട് ദീൻ പഠിക്കുകയാണെങ്കിലും ആ ഒരു മാറ്റം നിങ്ങളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീതിങ്ക് ചെയ്യണം. എന്താണ് നമ്മൾ പഠിക്കുന്നത്? എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യം തന്നെ. നിങ്ങൾക്ക് അത്രക്ക് മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട്, ദീനി പഠനം കൊണ്ടെന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് വളരെ നല്ല കാര്യം. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട് മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില്. അവര് ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ടോ ദുനിയാവില്? മതപഠനമൊക്കെയോ ഈ പ്രായത്തിലോ? അല്ലെങ്കിൽ മതമൊക്കെ നമുക്ക് അങ്ങനെ ഇരുന്ന് വീട്ടുകളിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുമോ? അല്ലേ? നമ്മള് ചെറുപ്പത്തില് മദ്രസയിലൊക്കെ പഠിച്ചതൊക്കെ തന്നെ ധാരാളല്ലേ, ല്ലേ? അത് മതി. അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഓരോന്ന് പഠിച്ചു കൂട്ടി ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. ഓര് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാൻ തന്നെ തോന്നൂല. അങ്ങനെ പല പല എക്സ്പ്ലനേഷൻസും കാര്യകാരണങ്ങളും കണ്ടുപിടിച്ചിട്ട് മതപഠനത്തിലേക്ക് ഇതുവരെ ഇറങ്ങാത്ത ആൾക്കാർ വേറെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലേ? നമ്മുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. അതും ഇന്നത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ല്ലേ? അറിവാകുന്ന നിഅമത്ത് വാരി വിതറിക്കുന്ന ഇരിക്കുന്ന ഒരു കാലഘട്ടത്തില് ശരിയായ
ഓതന്റിക് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഇൽമ നമ്മളുടെ ചുറ്റുപാടും ഉള്ളപ്പം ഇത്തരത്തില് ഇൽമിലേക്ക് കാല് പോലും എടുത്തു വെച്ചിട്ടില്ലാത്ത ആളുകള് എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുന്ന ആളുകള് സുബ്ഹാനല്ലാഹ്. നമ്മളുടെ നിഅമത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടൂലേ അല്ലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പില് ഹിസാബ് കൊടുക്കണ്ടേ നമുക്ക്? അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിവൈസസ് നമ്മളുടെ കയ്യിലുള്ള ഫോണോ ലാപ്ടോപ്പോ ടാബോ അത് ബാക്കി എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൽമ തേടാനല്ലാത്തതാണെങ്കിൽ. നമ്മളുടെ സമയം നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്, എല്ലായിടത്തും പോകാൻ സമയമുണ്ട്. അല്ലെങ്കിൽ ഒരു ഹലക്ക അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. അതാണ് നമ്മളുടെ അവസ്ഥയെങ്കിൽ നമ്മൾ ഈ നിഅമത്തിനൊക്കെ ഈ സമയത്തിനൊക്കെ നമ്മൾ ഹിസാബിനെ പറയേണ്ടി വരും അല്ലേ? കാരണം അത്രയൊക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ട് നമ്മളുടെ ചുറ്റുപാടും. ഇനി വേറൊരു കാറ്റഗറി ആളുകളുണ്ട് സുബ്ഹാനല്ലാഹ്. അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് തഖലീദ്. തഖലീദ് എന്ന് പറഞ്ഞാല് ബ്ലൈൻഡ് ആയിട്ട് അന്ധമായിട്ട് അനുകരിക്കുക. അവര് പറയുന്ന അവരുടെ അധ്യാപകരോ ഉസ്താദുമാരോ മാസ്റ്റേഴ്സോ ടീച്ചേഴ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആരാണെങ്കിലും ഇനി ടീച്ചറൊന്നും ആവണമെന്നില്ല, ആരാണെങ്കിൽ പറയുന്നതെങ്കിലും അവരതിനെ അന്ധമായിട്ട് അങ്ങോട്ട് സ്വീകരിക്കുക. അതിന് വിശ്വാസത്തിനെ കുറിച്ച കാര്യമാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഇസ്ലാമിലെ കാര്യങ്ങളാണെങ്കിൽ പോലും അമലിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അതങ്ങ് വെള്ളം കൂടാതെ വിഴുങ്ങുന്ന ആളുകൾ, തെളിവുകൾ ചോദിക്കാത്ത ആൾക്കാര്, ഈവൻ ഒരു കോമൺ സെൻസ് പോലും യൂസ് ചെയ്യാത്ത ആൾക്കാര്, അങ്ങനെയും ഒരു വിഭാഗം നമ്മളുടെ ദുനിയാവിൽ നമ്മളുടെ ചുറ്റുപാടുമുണ്ട്. പല വെറൈറ്റി മതപഠനമാണ് നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? ശരിക്കും പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത രീതിയിൽ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കീഴൊതുങ്ങുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു രീതിയിലും ചോദ്യം തിരിച്ച് ചോദിക്കാതെ കീഴൊതുങ്ങുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അനുസരിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യാനും വേണ്ടിയാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാരോ ഇനി ആരെങ്കിലും ആയിക്കോട്ടെ അവര് പറയുന്ന തെളിവുകളില്ലാത്ത കാര്യം കണ്ണടച്ച് പിന്തുടരാനല്ല. നമ്മൾ തെളിവുകൾ കാണണം, ചിന്തിക്കണം, സംശയം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും വേണം. അപ്പം ആകെ കൂടെ പറയാൻ നമ്മളെ ചുറ്റുപാട് മതവിദ്യാഭ്യാസം മതപഠനം ലാവിഷായിട്ട് പല വെറൈറ്റി ആയിട്ട് പല മോഡിൽ നടക്കുന്നുണ്ട്. എന്നാൽ കഴമ്പുള്ള അല്ലെങ്കിൽ കാര്യത്തിലേക്ക് എത്തുന്ന ആവശ്യത്തിന് ഉപകരിക്കുന്ന എന്തിനാ റബ്ബ് ചെയ്യാൻ പറഞ്ഞേ എന്നുള്ള ആ ഒരു ആവശ്യത്തിലേക്ക് എത്തുന്ന വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ആ ഒരു രീതിയിലുള്ള മാറ്റം, ആ ഒരു രീതിയിലുള്ള നമ്മുടെ തിയറികൾ പ്രാക്ടിക്കലിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ ഇൽമുകള് നമുക്ക് കിട്ടുന്ന ഏതൊരു ചെറിയ ഇൽമാണെങ്കിലും നമ്മളുടെ അറിവുകള് ഷുഊറായി മാറുന്നില്ല. ഷുഊർ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുകളായിട്ട് മാറുന്നില്ല. ഷുഊർ എന്നുള്ള വാക്ക് അറബിയില് നമ്മുടെ മുടിനാരില്ലേ, നമ്മളുടെ തലേന്ന് ഒരഴ മുടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മുടിനാരഴ നമ്മൾ പറയല്ലേ മുടിനാരഴ കീറി മുറിച്ച് പരിശോധിക്കുക എന്നൊക്കെ. അതായത് അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തിരിച്ചറിവുകൾ കിട്ടും. ഓരോ വിഷയങ്ങളെയും പഠിക്കേണ്ട രീതിയിൽ എടുത്തു വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് കിട്ടുള്ളൂ. അറിവ് ആർക്കും നേടാം. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ ഹുദൻ ലിന്നാസ് എന്നും ഹുദൻ ലിൽ മുത്തഖീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഹുദൻ ലിന്നാസ് അല്ലേ? മനുഷ്യന്മാർക്കൊക്കെ ഹിദായത്താണ് ഖുർആൻ. എന്നാൽ ഖുർആൻ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുന്നുണ്ടോ? എന്നാൽ ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തഖീങ്ങൾക്കാണ് ഹിദായത്ത് എന്ന്. അപ്പൊ അതെന്താ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ആണോ? ഒരിക്കലും അല്ല. ഹിദായത്ത് രണ്ട് തരത്തിലുണ്ട്. ഹിദായത്തുൽ ഇൽമി, ഹിദായത്തുൽ അമലി. ഇൽമിന്റെ കാര്യത്തിലുള്ള ഹിദായത്ത്, അമലിന്റെ കാര്യത്തിലുള്ള ഹിദായത്ത്. ഇൽമിന്റെ കാര്യത്തിൽ കിട്ടിയ ഹിദായത്തിന് അമലിന്റെ കാര്യത്തിലേക്ക് കൺവേർട്ട് ആയാൽ മാത്രമേ നമ്മൾ ആരാവുള്ളൂ? മുത്തഖി ആവുള്ളൂ. അപ്പം ഹുദൻ ലിന്നാസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഇൽമ കിട്ടും ഖുറാനിൽ നിന്ന്. എന്താണ് അവർക്ക് ഇൽമ കിട്ടുന്നത്? അവരുടെ അടുത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഖുറാന്റെ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് ഉത്തരം പറയാൻ പറ്റും. എന്നാ ഹിദായത്തുൽ അമലി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ആദ്യം പറഞ്ഞ ഹുദൻ ലിൽ മുത്തഖീൻ അള്ളാഹു സുബ്ഹാനഹു തആല അമലില് ഹിദായത്ത് കൊടുത്തവരാവുള്ളൂ. അങ്ങനെയുള്ളവരെ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പം ഈ അമലിൽ ഹിദായത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളെ മൊത്തത്തിലുള്ള മാറ്റം. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഡീലിങ്ങിലും അള്ളാഹിനോടുള്ള ഇഷ്ടത്തിലും എല്ലാ കാര്യത്തിലും മാറ്റം വരുത്തുക എന്നുള്ളത്. അത് ഓരോ ദിവസവും മാറി 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 ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. അപ്പം ഇത്തരത്തില് ഉള്ള ഒരു ഇൽമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് തിരിച്ചറിവ് വേണം.
അത് നമ്മൾ ശരിക്കും വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. ദുആ ചെയ്യുക തന്നെ വേണം. റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ? അപ്പോഴേ നമ്മളുടെ ഈമാൻ സ്ട്രോങ് ആവുള്ളൂ. നമ്മുടെ ഈമാൻ സ്ട്രോങ് ആവുമ്പോഴേ നമ്മൾക്ക് യഖീൻ ഉണ്ടാവണം. എന്ത്? യൗമുൽ ആഖിറയെ കുറിച്ച്. നമുക്ക് ഇങ്ങനെ ഒരു ദിവസത്തിനെ കണ്ടുമുട്ടാനുണ്ട്. ആ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അത് ശരിക്കും യഖീൻ ആണെങ്കിൽ തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നാമമാത്രമായ വിദ്യാഭ്യാസത്തിന്റെ മതപഠനത്തിന്റെ പിന്നാലെ നമ്മൾ പോവില്ല. അപ്പൊ നമുക്ക് ആ ഒരു യൗമിന് വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യല് നമ്മളുടെ ആവശ്യമായിട്ട് മാറും. നമ്മൾ അത് തേടിപ്പോകും. ആ രീതിയിലുള്ള മതപഠനം നമ്മൾ തേടിപ്പോകും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇസ്ലാമിക മതപഠനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അത് നഫ്സിനെ ശുദ്ധിയാക്കലാണ്, സ്വഭാവം ശുദ്ധമാക്കലാണ്. എല്ലാ അറ്റാച്ച്മെന്റും എല്ലാ ഇച്ഛകളും വെടിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്കുള്ള അൾട്ടിമേറ്റ് തൗഹീദ്, ഏറ്റവും പീക്കായിട്ടുള്ള തൗഹീദ്. അള്ളാഹു അല്ലാതെ അതിന്റെ ഇടയ്ക്ക് സ്വന്തം നഫ്സിന്റെ കംഫർട്ടും പോലും വരാത്ത രീതിയിലുള്ള തൗഹീദിലേക്ക് എത്തലാണ്. അത് നമ്മൾ അന്വേഷിച്ചു പോകണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? യഖീൻ ഉണ്ടാവണം. യഖീൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിക്കുന്നത് നല്ല വൃത്തിക്ക് തിരിച്ചറിവോടുകൂടി പഠിക്കുക. അറിവ് മാത്രം പോരാ. അറിവ് ആർക്കും നേടാം. ഖുർആനിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹിദായത്തുൽ അമലി മുത്തഖീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് മുത്തഖീങ്ങളായിട്ടില്ലെങ്കിൽ നഷ്ടക്കാരായി പോകും അല്ലേ? അങ്ങനെയുള്ള അറിവ് എന്താക്കും? ഈ ലോകത്തിന് മുഴുവനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആ രീതിയിലുള്ള ഒരു അറിവും ആ ഒരു മാറ്റവും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴി അത് ഒരുപാട് ആൾക്കാർക്ക് അത്തരത്തിലുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ആവാൻ പറ്റും. അങ്ങനെ സമൂഹത്തിലെ നീതിയും ഒക്കെ വരും. അതാണ് ഇസ്ലാമിലെ വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു തആലയും ഒരു അടിമയുമായിട്ടുള്ള ബന്ധത്തിനെ കൂടുതൽ ശക്തമാക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ രീതിയിലുള്ള മതപഠനം നമ്മൾ തേടിപ്പോവും. അതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് നമ്മളുടെ മതപഠനത്തിന്റെ അവസ്ഥ? അതിനുവേണ്ടി നമ്മൾ എന്തും സ്ട്രക്ചേർഡ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, അതിൻ്റെതായ രീതിയിൽ അല്ലെ, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു അതുപോലെ ആദ്യം ഈമാൻ ഉറപ്പിച്ച് അല്ലെ, അതിനുശേഷം എന്തൊക്കെ ഖുർആനിന് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പഠിക്കണോ അതൊക്കെ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കി, ഫിഖ് മനസ്സിലാക്കി, അതിനുശേഷം ഹദീസ്, അതായത് ഖുർആനിന് ശേഷം ഹദീസുകൾ മനസ്സിലാക്കി. അങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച അധ്യാപകരിൽ നിന്ന്, ശരിയായ രീതിയിൽ പഠിച്ച അധ്യാപകരിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പം അതിന് എളുപ്പവും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്താണോ ഏത് രീതിയിൽ എന്തൊക്കെ വേണോ, എന്തൊക്കെ റിസോഴ്സസ് വേണോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ആ ആളുകളിൽ പെട്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അത്തരത്തിലുള്ള ആൾക്കാരിൽ നമ്മൾ എത്തിയോ? ആ രീതിയിലുള്ള മതപഠനത്തിലേക്ക് നമ്മൾ എത്തിയോ? നമ്മൾ പഠിക്കുന്നതൊക്കെ എന്താണ് പ്രാക്ടിക്കലാക്കി മാറ്റുന്ന മതപഠനത്തിലേക്ക് നമ്മൾ എത്തിയോ എന്ന്. ഖുർആനിൽ നിന്ന് ഒരു ആയത്ത്, സുബ്ഹാനല്ലാഹ്, എന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആയത്തുകളിൽ എന്നെ ഇത്രയധികം പിടിച്ചു കുലുക്കിയിട്ടുള്ള വേറൊരു ആയത്ത് ഇല്ല എന്ന് തന്നെ പറയണം. ആ ഒരു ആയത്തിന്റെ ഒരു വിശദീകരണവും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. കുറച്ച് സമയം എടുക്കും അതിന്റെ വിശദീകരണത്തിന് ഇൻഷാ അല്ലാഹ്. സൂറത്ത് ബഖറയില് 78ാമത്തെ ആയത്ത്. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരിലുണ്ട്. അതായത് ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്താണ്. ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെ പറ്റി അവർക്ക് ഒന്നും അറിയില്ല. അവർ ഊഹത്തെ അവലംബമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് മുമ്പൊക്കെയും ഇത് അവരെ കുറിച്ചല്ലേ, ബനു ഇസ്രായേലിനെ കുറിച്ചല്ലേ എന്ന് വിചാരിച്ച് കേട്ടുവിട്ട ഒരു ആയത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പം നമ്മളൊക്കെ എവിടെയാ നിൽക്കുന്നത് എന്ന് ശരിക്കും ചിന്തിച്ചു പോകും. അപ്പോൾ വമിൻഹും ഉമ്മിയൂന, അവരിൽ പെട്ടവര് ആരാണ്? നിരക്ഷരരുണ്ട്. അവരിൽ നിരക്ഷരരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഓക്കെ, അവർക്കൊന്നും അറിയൂല. അവരുടെ അവസ്ഥ എന്താണ്? ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് ഗ്രന്ഥത്തെ അറിയൂല, ഗ്രന്ഥം അറിയൂല. ഇല്ല അമാനി, അമാനി അല്ലാത്ത. അമാനി എന്ന വാക്കിന് അർത്ഥം മൂന്ന് അർത്ഥങ്ങളുണ്ട്. ഒന്ന് തിലാവ, റെസിറ്റേഷൻ, ഓക്കെ, ഓത്ത്.
2 കളവ്, 3 വ്യാമോഹങ്ങൾ, തെറ്റായ ചിന്തകൾ. നമുക്ക് ഇതിന്റെ വിശദീകരണം ഒന്ന് കാണാം. ഓക്കെ. വ ഇൻഹും ഇല്ല യദുന്നൂൻ, അവര് എന്താണ്, സംശയം അല്ലെങ്കിൽ വന്ന് മാത്രം വെച്ച് പുലർത്തുന്നവരാണ്. അവര് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എന്താണ്, ജസ്റ്റ് ഊഹങ്ങൾ മാത്രമാണ്, ധ്വന്നുകൾ മാത്രമാണ്. ഇത് ആരെ കുറിച്ചാ പറയുന്നതെന്ന് വെച്ചാല് ബനു ഇസ്രായേലിനെ കുറിച്ചാണ്. ഖുർആനിൽ ആരെക്കുറിച്ച് ആരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഖുർആനിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ ബനു ഇസ്രായേലിന്റെ കാര്യത്തിൽ അവർ ശരിക്കും 2 വിഭാഗം ആളുകളായിട്ടാണ് പറയാറ്. ഒന്ന് അവരിലുള്ള പണ്ഡിതന്മാർ. ഓക്കെ. അവരിലെ പണ്ഡിതന്മാരെന്ന് വെച്ചാൽ അവർ സത്യങ്ങൾ മറച്ചു വെക്കും, അവരുടെ ഗ്രന്ഥത്തിലെ വാക്കുകൾ മാറ്റിമറിക്കും, ചേഞ്ച് ചെയ്യും, ആഡ് ചെയ്യും, ഒക്കെ ചെയ്യുന്നവരാണ് അവർ. എന്നിട്ട് അവർക്ക് വേണ്ടാന്ന് തോന്നുന്നത് എടുത്തു കളയും. തൗറാത്ത്, അവരുടെ ഗ്രന്ഥം തൗറാത്തായിരുന്നല്ലോ അല്ലെ. എന്നാൽ വേറൊരു വിഭാഗം ആളുകളുണ്ട്, ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഈ നേതാക്കന്മാരെ, ഈ പണ്ഡിതന്മാരെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അവർക്കൊന്നും അറിയൂല. ഓക്കെ. അവർക്ക് അവരുടെ ദീനിനെ കുറിച്ച് ഒന്നും അറിയില്ല. പണ്ഡിതന്മാർ എന്താണോ പറയുന്നത്, അവർ കട്ട് ചെയ്തതാണെങ്കിലും അവർ ആഡ് ചെയ്തതാണെങ്കിലും അത് അങ്ങനെ വിഴുങ്ങുന്ന ആൾക്കാർ. അവരോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അവരോട് പറയപ്പെട്ടത് മാത്രം എടുക്കുന്ന ആൾക്കാർ. ഈ ആദ്യത്തെ വിഭാഗത്തിനെ കുറിച്ച് ഈ ആയത്തിന്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാം അല്ലാഹ്, അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹ്, അത് ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം ബോധപൂർവം തന്നെ അതിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ടിരിക്കുകയുമാണല്ലോ. വഹും യഅലമൂൻ, അതും അവരറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെ, അറിഞ്ഞുകൊണ്ട് അവരതിൽ കൃത്രിമത്വം കാണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് ആദ്യത്തെ വിഭാഗം, ആര്, പണ്ഡിതന്മാരുടെ വിഭാഗം. ഈ ഒരു ആയത്തിൽ, നമ്മൾ ഈ പറയുന്ന ആയത്തിൽ വമിൻഹും ഉമ്മിയൂന എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ വിഭാഗം, അതായത് അവരിലെ സാധാരണക്കാരായ ആളുകൾ, പണ്ഡിതന്മാരല്ല, സാധാരണക്കാരായ ആളുകളെ കുറിച്ച് പറയാണ്. വമിൻഹും ഉമ്മിയൂന, ഉമ്മിയൂൻ കേട്ടിട്ടുണ്ടാവും അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉപയോഗിക്കാറുള്ള വാക്കാണ് ഉമ്മിയ. അപ്പൊ നമുക്കറിയുന്ന അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിരക്ഷരൻ എന്നാണ്. ഓക്കെ. ഉമ്മി എന്ന് പറഞ്ഞാൽ, ഉമ്മി എന്നുള്ള വാക്ക് നമ്മളെ അറബി ഗ്രാമറിൽ നിസ്ബ എന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. നിസ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരാള് അമേരിക്കയിൽ നിന്നാണെങ്കിൽ അയാൾ അമേരിക്കൻ എന്ന് പറയും അല്ലെ. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇന്ത്യൻ എന്ന് പറയും. അതുപോലെ എന്തിൽ നിന്നോ ഒരു കാര്യം അല്ലെങ്കിൽ എന്തിനെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു യൂസേജ് ആണ് നിസ്ബ. ഓക്കെ. റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വിശേഷണമാണ് നിസ്ബ. അപ്പം ഇംഗ്ലീഷിൽ അത് അധികവും IAN, ഇന്ത്യൻ, കനേഡിയൻ, AN ഒക്കെ എഴുതിയിട്ടാണ് ആക്കുന്നത്. അറബിയിൽ അത് യാ ആഡ് ചെയ്തിട്ടാണ്, ഉമ്മന്റെ കൂടെ യാ ആഡ് ചെയ്തിട്ട് ഉമ്മിയ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഉമ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അയാളുടെ കണക്ഷൻ ആരുമായിട്ടാണ്, ഉമ്മയുമായിട്ടാണ്. അവൻ ഉമ്മയിൽ നിന്ന് ഉള്ളതാണ്. അതായത് അവന്റെ അറിവിന്റെ ഉറവിടം എന്താണ്, ഉമ്മ ആണ്. ഓക്കെ. സൂറത്തുൽ ബഖറയാണ്. അവന്റെ അറിവിന്റെ ഉറവിടം ഉമ്മ മാത്രമാണ്. എങ്ങനെയാണോ അവന് ഉമ്മ ജന്മം നൽകിയത് അതേ അവസ്ഥയിലാണ് അവൻ ഇപ്പോൾ ഉള്ളത്. അല്ലാതെ അവന് എന്തെങ്കിലും ഒരു ഫോർമൽ എഡ്യൂക്കേഷനോ എന്തെങ്കിലും ഒരു ഫോർമൽ ട്രെയിനിങ്ങോ ഒന്നും കിട്ടിയിട്ടില്ല. ഉമ്മയിൽ നിന്ന് അവൻ എന്ത് പഠിച്ചോ അത് മാത്രമേ അവൻ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മി എന്ന് വിളിക്കാനുള്ള കാരണവും എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ. അപ്പം അവര് സ്കൂളിൽ പോയിട്ടില്ല, ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇരുന്നിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും ബൈഹാർട്ട് പഠിച്ചിട്ടില്ല അല്ലെ, ഒരു ഹിഫ്ള് പഠിച്ചിട്ടില്ല, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, കിതാബുകൾ പഠിച്ചിട്ടില്ല, വായിക്കാൻ അറിയൂല, ഒരുപക്ഷെ എഴുതാനും വായിക്കാനും അറിയാത്തവരായിരിക്കാം. എന്തായാലും എന്താണോ ഉമ്മയിൽ നിന്ന് കിട്ടിയത് അത് മാത്രം അറിയുന്നവരാണ് അത് ഉമ്മിയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമിൻഹും ഉമ്മിയൂന, അവരിൽ എന്താണ്, ഒരു വിഭാഗം ഉമ്മിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. ഈ ബനു ഇസ്രായേലിന്റെ കാര്യം പറയുമ്പം അവര് ശരിക്കും അഹ്ലുൽ കിതാബായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ അല്ലെ, ഗ്രന്ഥത്തിന്റെ ആൾക്കാർ, കിതാബിന്റെ ആൾക്കാർ. എന്നിട്ട് എന്താണ് അവരുടെ അവസ്ഥ, അവർക്ക് ഒന്നും അറിയൂല, അവര് കംപ്ലീറ്റ്ലി അറിവില്ലാത്തവരാണ്. ഇവിടെ അറിവില്ലാത്തവരെന്ന് പറയുമ്പം നമ്മൾ സാധാരണ നിരക്ഷരർ എന്നാണ് ഉമ്മിയൂന്റെ അർത്ഥം എഴുതാറ്. ഓക്കെ. നിരക്ഷരർ എന്നല്ല, പകരം ഉമ്മയിൽ നിന്ന് നേടിയ അറിവ് മാത്രം ഉള്ള ആൾക്കാർ. അതിന് ഉമ്മ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കറിയാം. അല്ലാതെ ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഒന്നും അവര് പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പം ഇവര് ഈ ഒരു ഉമ്മിയ എന്ന് പറയുന്ന കാര്യത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാണ്. ലാ യഅലമൂനൽ കിതാബ്. അള്ളാഹുവിന്റെ ഉമ്മിയുടെ അർത്ഥം എന്താണ്, അവർക്ക് ഗ്രന്ഥം അറിയൂല.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ ഉമ്മി എന്ന് പറയുന്ന ആൾക്കാര്, ബനു ഇസ്രായേലിലുള്ള രണ്ടാമത്തെ വിഭാഗം ആൾക്കാര്, അവരെങ്ങനെയാണ് ഉമ്മിയാവുന്നത്? അവർക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം അറിയില്ല. അള്ളാഹു നൽകിയ ഗ്രന്ഥം അറിയൂല. അവർക്ക് നൽകിയ തൗറാത്തിനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയൂല. എന്തല്ലാതെ അവർക്ക് ഒരു കാര്യം ഒഴികെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്താ അവർക്ക് അവരുടെ ഗ്രന്ഥത്തിനെ കുറിച്ച് അറിയാം? ഇല്ല അമാനി. അമാനി അമാനി എന്നുള്ള വാക്ക് പ്ലൂറലാണ്. ഉംനിയ എന്ന വാക്കിന്റെ ബഹുവചനാണ്. ഈ അമാനി എന്ന വാക്കിനെ ഞാൻ നേരത്തെ പറഞ്ഞു 3 രീതിയിൽ അർത്ഥം വെക്കാം. ഒന്നാമത്തെ അർത്ഥം അവരുടെ വ്യാമോഹം, ഭാവന, സങ്കല്പം എന്നൊക്കെ ആവാം. ഓക്കെ. അപ്പം അവർക്ക് അവരുടെ ഗ്രന്ഥത്തെക്കുറിച്ച്, അവരുടെ ദീനിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പഠിപ്പിച്ചതിനെ കുറിച്ച് ആകെ അവർക്ക് അറിയുന്നത് കുറച്ച് സങ്കല്പങ്ങൾ മാത്രമാണ്. കുറച്ച് വിഭാവനകള്, ഇമാജിനേഷൻസ് മാത്രമാണ് അവർക്കറിയുള്ളൂ. ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട്, ആ നബിനെ കുറിച്ച് ഈ കഥ കേട്ടിട്ടുണ്ട്, ഓ അത് ശരിയായിരിക്കൂലേ, ഇത് ശരിയായിരിക്കൂലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു കൂട്ടം പണ്ഡിതന്മാര്, മറ്റേ കൂട്ടം ആൾക്കാരെ കഥ എന്താണ്? ഇവർക്ക് ഇങ്ങനത്തെ കുറച്ച് ഇമാജിനേഷൻസ് മാത്രമേ അറിയുള്ളൂ. നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുക. നമുക്ക് എന്താണ് നമ്മളുടെ ഗ്രന്ഥത്തെക്കുറിച്ച്, നമ്മളുടെ കിതാബിനെ കുറിച്ച്, നമ്മളുടെ ദീനിനെ കുറിച്ച് അറിയാം. ഇനി ഈ അമാനി എന്നുള്ള വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കെദിബ്, കളവ്. ഓക്കെ, കളവ് എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്. മാ തവന്നൈതു വമാ തമന്നൈതു മുൻദു മാ അസ്ലംതു. ഞാന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മാ തവന്നൈതു, അതായത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മദ്യപാനോ പാട്ടോ ഒന്നുമുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാറില്ല. വമാ തമന്നൈതു, ഉംനി അമാനി തമന്നൈതു, ഞാൻ കളവ് പറഞ്ഞിട്ടും ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പം അമാനി എന്നുള്ള വാക്കിന് കളവ് എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അപ്പം അവർക്ക് അവരുടെ ദീനിനെ കുറിച്ച് അറിയുന്നത് ഒന്ന് എന്തൊക്കെയോ സങ്കല്പങ്ങളാണ്. ഓ ഇന്നതായിരിക്കും, അതായിരിക്കും ദീൻ, ഇതായിരിക്കും ദീൻ എന്നുള്ള ചില അവരുടെ വ്യാമോഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടുകഥകൾ. പിന്നെ അവർക്ക് ദീനിനെ കുറിച്ച് അറിയുന്നത് കളവുകളാണ്. പല ആൾക്കാരും അല്ലെ പല സമയങ്ങളിലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, കെട്ടിച്ചമച്ചിട്ടുള്ള കഥകളാണ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് അവരുടെ ദീൻ അറിയുള്ളൂ. നമ്മളുടെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെയും കാര്യം ഏകദേശം ഇതൊക്കെയാണ്. കുറെ കെട്ടിച്ചമച്ച കഥകള്, പണ്ടത്തെ ഏതെങ്കിലും സഹാബിമാരെ കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കളെ കുറിച്ച്, അവരുടെ കറാമത്തിനെ കുറിച്ച്, അവരെവിടെയെങ്കിലും ഊതി സൂക്കേട് മാറ്റിയതിനെ കുറിച്ച്, അല്ലെ അജ്മീർ, ഏർക്കാട്, ഹാജി അലി പോലെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ അത്ഭുതങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ലോകത്തിന്റെ നൂറ്, അതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതിന്റെ പിന്നാലെയാണ് ഒരു മെജോറിറ്റി ആളുകളും. കളവുകൾ, ദീനിന്റെ പേരിലുള്ള കളവുകൾ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ സീറയൊക്കെ പഠിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പോകുന്ന സാഹചര്യം, പിന്നെ ഇസ്രാ വൽ മെഅറാജ്, അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. ഒരുപാട് ലെസൺസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടാലും കേട്ടാലും അവർ മനസ്സിലാക്കുന്നത് അതിനകത്തുള്ള ചില തെറ്റായ അല്ലെങ്കിൽ കളവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇമാജിനേഷനുള്ള കുറച്ച് സ്റ്റോറീസ് മാത്രമായിരിക്കും അവർക്ക് അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇസ്രാ വൽ മെഅറാജിൽ ഉടനീളം നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും അവരുടെ കൺസേൺ എന്തായിരിക്കും? ജിബ്രീലിന്റെ ചിറകായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എട്ടുകാലി വല കെട്ടിയതായിരിക്കും ഗുഹാമുഖത്ത്. ഇത്രയും കുറച്ച് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കി, പറഞ്ഞു പരത്തി, മാറ്റി എഴുതി, തിരുത്തി എഴുതിയ കഥകളോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകളോ ആണ് അവർക്ക് അവരുടെ ദീനെ കുറിച്ച് അറിയാം. അവരുടെ നിരക്ഷരത എന്ന് പറയുന്നത് എന്തിലാണ്? ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് അവരുടെ ഗ്രന്ഥത്തെ അറിയൂല എന്നുള്ളതിലാണ്. സുബ്ഹാനല്ലാഹ്. ഇനി മൂന്നാമത്തെ അർത്ഥം അമാനി എന്ന് പറയുന്നത് തിലാവ, റെസിറ്റേഷൻ, ഖുറാന്റെ ഓത്ത്. ഓക്കെ, ഓത്ത് മാത്രമാണ് അവർക്ക് അറിയുള്ളൂ. അവർക്ക് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല അവർക്ക് കൊടുത്ത ഗ്രന്ഥത്തിനെ കുറിച്ച്. അവർക്ക് ഓതാൻ അറിയാം, എന്താണ് അതിനകത്തുള്ള വാക്കുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്കറിയില്ല. ഇല്ല അമാനി. സുബ്ഹാനല്ലാഹ്.
അപ്പം ഇത്രയാണ് അവർക്ക് എന്താണ് അവരുടെ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയാം. അപ്പം വമിൻഹും ഉമ്മിയൂന, അവരിൽ ചില അറിവില്ലാത്ത ആളുകളുണ്ട്. ലാ യഅലമൂനൽ കിതാബ്, അവർക്ക് അവരുടെ ഗ്രന്ഥത്തെ അറിയൂല. ഇല്ല അമാനി, അമാനി അല്ലാതെ. അമാനി എന്ന് പറയുന്നത് അവരുടെ ഗ്രന്ഥത്തിൽ എന്തൊക്കെയോ എവിടേക്കോ കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ചില സങ്കല്പങ്ങൾ, ചില കളവുകളും, പിന്നെ അതിനെ ഓതാനും അവർക്കറിയാം. ഓതുന്നതിന്റെ അർത്ഥം അവർക്ക് അറിയൂല. അപ്പൊ അതാണ് അവരുടെ അറിവ്. അപ്പൊ ശരിക്കും നിരക്ഷരരായിട്ടുള്ള ആൾക്കാർ ആരാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാന്റെ കണ്ണില് ഉമ്മിയായിട്ടുള്ള ആൾക്കാർ ആരാന്നാ പഠിക്കുന്നത്? അള്ളാഹു പറയുന്നത് ഡിഗ്രി ഇല്ലാത്ത ആൾക്കാരാണെന്നോ, സ്കൂളിൽ പോകാത്ത ആൾക്കാരാണെന്നോ, PhD ഇല്ലാത്ത ആൾക്കാരാണെന്നോ, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അറിയാത്ത ആൾക്കാരാണെന്നോ, ഇനി നമ്മളൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിപൊളി റെസിപ്പീസ് അറിയാത്ത ആൾക്കാരാണെന്നോ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫാഷൻ ട്രെൻഡ്സ് അറിയാത്ത ആൾക്കാരോ അല്ല അറിവില്ലാത്തവര്. ശരിയായ അറിവില്ലാത്തവര് അള്ളാന്റെ ഗ്രന്ഥം അറിയാത്തവരാണ്, അവന്റെ ദീൻ അറിയാത്തവരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ എന്തിനെ കുറിച്ച് അറിയാന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും, എന്തൊക്കെ അറിയാന്ന് നമുക്ക് വിചാരിക്കുന്നുണ്ടെങ്കിലും, അള്ളാന്റെ കണ്ണില് വമിൻഹും ഉമ്മിയൂന, അറിവില്ലാത്തവരിലാണ് നമ്മൾ. കാരണം നമുക്ക് നമ്മളെ ഗ്രന്ഥത്തെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ കുറച്ച് തെറ്റിദ്ധാരണകൾ നമുക്ക് ആർക്കെങ്കിലും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താന്ന് കംപ്ലീറ്റ് എനിക്ക് അറിയാന്ന് ഇല്ലല്ലേ? കുറച്ച് അമാനി മാത്രമേ നമുക്കറിയുള്ളൂ. ചില കളവുകൾ, ചില വ്യാമോഹങ്ങളും, പിന്നെ ഓതാൻ നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിനി എന്തൊക്കെ നോളജ്, എത്ര ഇൽമ നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും അള്ളാഹിന്റെ ദീനിനെ കുറിച്ച്, അള്ളാഹു നമ്മളുടെ അടുത്ത് പറഞ്ഞ അള്ളാഹിന്റെ കലാമിനെ കുറിച്ച്, അള്ളാഹു നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ആരാണ്? ഉമ്മിയാണ്, അക്ഷരജ്ഞാനമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, വിവരം കെട്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ബുക്ക്, ഒരു ഗ്രന്ഥം നമുക്ക് ഇറക്കിയിട്ടുണ്ട് മനസ്സിലാക്കാൻ, ഫോളോ ചെയ്യാൻ. നമ്മൾ ദുനിയാവിൽ ഇനി എത്ര ബുക്ക് വായിക്കുന്നു എന്ന് വെച്ചാലും, നമ്മൾ എത്ര വേറെ നോളജ് നേടാന്ന് വെച്ചാലും, എത്ര യൂട്യൂബ് വീഡിയോസും റീൽസും ഷോർട്സും കാണാന്ന് വെച്ചാലും, അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിലും, ഇത് അള്ളാന്റെ ദീൻ പഠിക്കാൻ, അള്ളാന്റെ കമാൻഡ്സ്, അള്ളാന്റെ കൽപ്പനകൾ പഠിക്കാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിവില്ലാത്ത വിവരം കെട്ട ആൾക്കാരാണ്. അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളോട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിലും ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യും അല്ലേ? അപ്പൊ നമ്മൾ നമ്മളുടെ ഗ്രന്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോന്ന് നമ്മൾ ചിന്തിക്കുക. വേറെ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ? എത്ര എത്ര ബുക്കുകൾ നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്, വായിച്ചു തീർത്തിട്ടുണ്ട്. അള്ളാഹ് നമ്മളോട് പറഞ്ഞത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതിനൊക്കെ നമ്മൾ കൊടുത്ത ഇമ്പോർട്ടൻസ് പോലെ നമ്മൾ ഒന്നും വേണ്ട. നമ്മളിപ്പോ ഒരുപാട് പഠിക്കാത്ത ആൾക്കാരും ചിലപ്പോൾ ഇവിടെ ഉണ്ടായിന്ന് വരും ല്ലേ? ഒരു നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ഒരു പണി, ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കലാണെങ്കിൽ അത് വൃത്തിക്ക് പഠിച്ച് അത് നല്ല വൃത്തിക്ക് ചെയ്ത് അഭിമാനത്തോടു കൂടി ഞാൻ നന്നായി ബിരിയാണി ഉണ്ടാക്കുന്നു പറയുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയുള്ളവർ പോലും ചോദിക്കുക, അള്ളാന്റെ ഗ്രന്ഥം അറിയൂലേ? അള്ളാഹ് എന്നോട് പറഞ്ഞത് എനിക്ക് അറിയൂലേ? പിന്നെ ഞാൻ എന്ത് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പം അള്ളാഹിനെ കുറിച്ച്, അള്ളാന്റെ ഗ്രന്ഥത്തിനെ കുറിച്ച്, അള്ളാന്റെ കലാമിനെ കുറിച്ച്, അള്ളാഹു തന്ന കൽപ്പനകളെ കുറിച്ച് അറിയാത്തവരാണ് യഥാർത്ഥ ഉമ്മി. അവനിനി ആ ഗ്രന്ഥത്തിനെ റിസൈറ്റ് ചെയ്യാൻ, ഓതാൻ അറിയെങ്കിൽ പോലും ല്ലേ, ഇല്ല അമാനി, അവന് അത് മാത്രമേ അറിയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓതാൻ അവനറിയാം, പക്ഷെ അള്ളാഹു കണക്കാക്കുന്ന ഇൽമ്, അള്ളാഹു പറയുന്ന അറിവില്ലാത്തവരിൽ വെറും ഓത്തുകാര് പെടുന്നില്ല. അല്ല, അറിവുള്ളവരിൽ വെറും ഓത്തുകാര് പെടുന്നില്ല. അത് മനസ്സിലാക്കിയവരെ പെടുന്നുള്ളൂ. അപ്പം അറിയുക, മനസ്സിലാക്കുക, അത് ശരിയായ രീതിയിൽ പഠിക്കാൻ തന്നെ ഇറങ്ങുക. പ്രയാസങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ് അള്ളാഹു എളുപ്പാക്കി തരും. അള്ളാഹു ആണ് പഠിപ്പിക്കുന്നത്. ഓത്ത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല കേട്ടോ പറയുന്നത്. നമ്മൾ തിലാവ ചെയ്യുക വേണം. തിലാവ നമ്മുടെ ദീനിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം ഉറപ്പാക്കിയ കാര്യമാണ്. പക്ഷേ നമ്മൾ വിവരം കെട്ടവരിൽ പെടാണ്ടാന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ചിലപ്പം ഇന്ന് ശരിക്കും നമ്മളൊക്കെ ഒരുപാട് വിവരങ്ങൾ പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഒരുപക്ഷെ പഠിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലും വഴിതെറ്റിക്കാൻ പറ്റാതിരിക്കുമ്പോഴായിരിക്കും ഇബ്ലീസ് ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? വല്ലാണ്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ നിൽക്കണ്ട. തൽക്കാലം ഇങ്ങനെ വല്ലാണ്ട് ഉള്ളിലേക്ക് പോവാത്ത രീതിയിൽ അവിടെയും ഇവിടെയൊക്കെ തോണ്ടി തോണ്ടി ചകഞ്ഞ് ചകഞ്ഞ് നിന്നോ. അല്ലെങ്കിൽ ഓത്തൊന്ന് വൃത്തിക്ക് ശരിയാക്കി വീണ്ടും 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 ശരിയാക്കി ഓത്ത് പഠിച്ചോ. അല്ലേ? അല്ലാണ്ട് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും ഒന്നും നിങ്ങൾ പോണ്ട. സുബ്ഹാനല്ലാഹ്. ഒരുപക്ഷെ അത് ഇബ്ലീസിന്റെ
ഇബ്ലീസിന്റെ എന്താണ് ഇടങ്ങേറാക്കുന്ന ഒരു വഴിയും കൂടി ആയിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാന്റെ കലാം, അള്ളാന്റെ കൽപ്പനകൾ, അള്ളാന്റെ ഗ്രന്ഥത്തെ ശരിക്കും മനസ്സിലാക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വിവരം കെട്ട ആൾക്കാരാണ്. നമുക്ക് എന്ത് മതപഠനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്ത് മതവിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അവസാനം ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ആയത്തിൽ അവസാനം പറയുന്നുണ്ട് വമിൻഹും ഇൻഹും ഇല്ല യദുന്നൂൻ. അവർക്ക് അവരുടെ ദീൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ദ്വന്ന എന്ന് പറഞ്ഞാല് ഊഹങ്ങൾ മാത്രമാണ്. ഓക്കെ, അവർക്ക് ഹക്കുകൾ അറിയൂല. അത് അങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, അത് മറ്റേതായിരിക്കും. തൽക്കാലം ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് കിട്ടാം. അതിനപ്പുറത്ത് നമുക്ക് ഒന്നും അറിയൂല, സത്യങ്ങൾ അറിയൂല. ഊഹങ്ങൾക്ക് ഒരിക്കലും സത്യത്തിന്റെ സ്ഥാനം എടുക്കാൻ പറ്റൂല. എന്താണ് ഈ ആയത്തിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളത്? എന്താണ് ഈ ആയത്ത് എന്നോട് പറയുന്നത്? എന്താണ് ഈ ആയത്തിൽ നിന്ന് ഞാൻ പഠിച്ച് മാറ്റേണ്ടത്? അല്ലെങ്കിൽ അള്ളാഹിന്റെ കൽപ്പന എന്താണ്? നമുക്കറിയൂല. നമുക്ക് വിശദമായിട്ട് ഒന്നും അറിയൂല. നമ്മളെ വിചാരം ഇത് വേറെ ആരെങ്കിലും ഒക്കെ പഠിച്ചോട്ടെ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിനെ ക്ലിയർ ആയിട്ട് 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് പണ്ഡിതന്മാര്, അവര് വഴിതെറ്റിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? അവരെ തിരുത്തുന്ന ആൾക്കാരാണ്. മറ്റേ ഗ്രൂപ്പ് കണ്ണും കെട്ടി ഇതിനെ ഫോളോ ചെയ്യുക, കുറച്ച് ചിന്തകളും സങ്കല്പങ്ങളും ഓത്തും മാത്രമായിട്ട്. നമ്മൾ ഏതിൽ പെടുന്ന? സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ഉമ്മിയിലേ പെടുന്നില്ല എന്ന് നമുക്ക് വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ രക്ഷപ്പെട്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, കാരണം അള്ളാന്റെ ഡെഫിനേഷൻ എന്താ? ലാ യഅലമൂനൽ കിതാബാണ്, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഞാനും അവിടെ ഇരിക്കുന്ന നിങ്ങളും ഏകദേശം 100% ഈ ലാ യഅലമൂനൽ കിതാബിൽ പെട്ടവർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവന്റെ ഗ്രന്ഥം ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, അവന്റെ ദീൻ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. അപ്പം അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതൊക്കെ നമ്മളോട് പറഞ്ഞത്, എന്താണ് ഇത് കാരണം ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ആകെ അവർക്ക് ഓത്തേ അറിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇനി ഓത്തറിയാത്ത തന്നെ വലിയൊരു വിഭാഗം അവിടെ ഉണ്ട്, അല്ലേ? മര്യാദയ്ക്ക് ഓതാൻ അറിയാത്ത, അല്ലെങ്കിൽ അക്ഷരങ്ങൾ വായിക്കാൻ അറിയാത്ത, ഇനി അറിയാമെങ്കിൽ പോലും നിയമങ്ങൾ അറിയാത്ത ആൾക്കാർ വേറെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അമാനി പോലും ഇല്ലാത്ത ആൾക്കാരും ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി വഇൻഹും ഇല്ലാ യദുന്നൂൻ. അവര് സങ്കല്പിക്കുക മാത്രമാണ്. അവരുടെ ദീൻ സങ്കല്പത്തിന് ബേസ് ചെയ്തത് മാത്രമാണ്. അവർ സംസാരിക്കുന്നത് അറിവില്ലാണ്ടാണ്, അവർ വിശ്വസിക്കുന്നത് അറിവില്ലാണ്ടാണ്, അവർ പ്രവർത്തിക്കുന്നത് അറിവില്ലാണ്ടാണ്. എല്ലാം അവർക്ക് എന്താണ്? ഊഹങ്ങൾ മാത്രമാണ്, അവർക്ക് അറിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരുപാട് മതപഠനത്തിന്റെ എന്തോ അങ്ങേയറ്റത്തെത്തിയവരാണെന്ന് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഠനത്തിന് ആദ്യം തൊട്ട് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. ഇനി ഇല്ലാത്തവരാണെങ്കിൽ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. കറക്റ്റ് ട്രാക്കിലേക്ക് ആക്കേണ്ട സമയം അതിക്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വഴികൾ നമ്മളുടെയൊക്കെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. നമ്മളൊന്ന് എന്താ പറയാ, റെഡി ആയാൽ മാത്രം മതി, അല്ലേ? നമ്മളെ മനസ്സുകൊണ്ട് തയ്യാറായാൽ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരാണ്. സൗകര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നിഅമത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അധ്യാപകരുണ്ട്, സാഹചര്യങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റൂല പ്രശ്നമാണ്. എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിനു വേണ്ടി മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുപോലും നമുക്ക് ചെയ്യണമെങ്കിൽ ഇയ്യാക നസ്തഈൻ, അല്ലേ? നിന്നോട് ഞാൻ സഹായം തേടുന്ന. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ? അള്ളാന്റെ സഹായം ഇല്ലാണ്ട്? നമുക്ക് അള്ളാന്റെ സഹായം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെവിടെയോ നമ്മുടെ തൗഹീദില് നമ്മളെ മാത്രമായി മാറണം. അള്ളാഹ് ഇല്ലാണ്ടായി പോവാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹാണ് നമ്മളെല്ലാത്തിനും പ്രാപ്തരാക്കുന്നത്. നമുക്ക് കഴിവില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, റബ്ബ് നമ്മളോട് നിങ്ങൾ ഇത് ചെയ്യ്, നിങ്ങളെ ഇബാദത്ത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുമ്പം നമുക്ക് കഴിവില്ലാത്തവരാക്കിയിട്ടുണ്ടെങ്കിൽ റബ്ബ് ചെയ്യുന്നത് ക്രൂരതയായി പോകും, അതില്ലേ? കഴിയാത്ത നമ്മളടുത്ത് ഇത് ചെയ്യുന്ന് പറയുമ്പോൾ റബ്ബ് അങ്ങനെ ചെയ്യോ? റബ്ബ് അങ്ങേയറ്റം കാരുണ്യവാനാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്. റബ്ബിന് ഒരിക്കലും നമ്മളോട് നമുക്ക് പറ്റാത്ത കാര്യം ചെയ്യാൻ പറയാൻ പറ്റൂല. റബ്ബ് പറയൂല.
അപ്പൊ നമുക്ക് പറ്റൂലാന്ന് നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും നമ്മുടെ നെഫ്സിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്യൂസ് മാത്രമാണ്. നമുക്ക് ഓടാനുണ്ട്, ഇഷ്ടം പോലെ ഓടാനുണ്ട്. നമ്മളുടെ മുമ്പിലെ മാതൃകകള് സലഫു സാലിഹ്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സഹാബാക്കളും അവർ ഓടിയതിന്റെ 7 അയലത്ത് പോലും നമ്മൾ ഓടിയിട്ട് എത്തൂല അല്ലേ? നമ്മൾ ശ്രമിക്കണം, നമ്മൾ തുടങ്ങണമെങ്കിൽ അറിവ് വേണം. ഏത് തരത്തിലുള്ള അറിവ് വേണ്ടത്? നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട അറിവ്. നമുക്ക് ഡിഗ്രി വേണ്ട, ആരെയും കാണിക്കാനില്ല, നമുക്ക് നമ്മളുടെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അല്ലേ? അന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടുള്ളതാവണം. അതിന് നമുക്ക് ആദ്യം യഖീൻ ഉണ്ടാവണം അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ അങ്ങനെ അടിയുറച്ച് കേറിയിട്ടുണ്ടാവണം. എങ്കിലേ നമ്മള് എന്താണ് എന്തും നമ്മൾ ചെയ്യുന്നത് എന്തും അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാക്കുള്ളൂ. അതിലേക്ക് വേണ്ടിയിട്ടുള്ളതാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൽമ നമുക്ക് നേടണം. പലതും നമുക്ക് അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല നമുക്കത് ചെയ്യാൻ. അതിന് നമ്മൾ റബ്ബിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഇൽമ തേടിക്കൊണ്ടിരിക്കുക, ശ്രമിക്കുക, വീണ്ടും വീണു പോവും. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. ക്ഷമയും നമസ്കാരവും കൊണ്ടല്ലേ നിങ്ങൾ സഹായം തേട്. ഇവിടെ ക്ഷമ എന്താണ്? നമ്മൾ വീണ്ടും 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 ശ്രമിക്കുക. ഫെയിലായ ക്ഷമയോടുകൂടി വീണ്ടും ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇത് തിരുത്തി 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 നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഡീലിങ്സ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആളുകളുമായിട്ടുള്ള ഇടപഴകലുകൾ, എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും മാറ്റം വരുന്നതായിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മളുടെ മതപഠനം. അല്ലാതെ നമ്മളുടെ മതത്തിൽ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് ജോലി കിട്ടാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല റബ്ബ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തിന് എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിച്ചിട്ട് അതിന് അലൈൻഡ് ആയിട്ട് നമ്മൾ പ്രവർത്തികൾ ചെയ്യാൻ നോക്കുക. അതിനുവേണ്ടി റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, നമ്മൾ അവിടെ എത്തുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് എത്തുന്നില്ല എന്നൊക്കെ തോന്നും. റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറട്ടെ. നമ്മളെയും നമ്മളുടെ കുടുംബങ്ങളെയും നമ്മളുടെ മക്കളെയും നമ്മളുടെ വരുന്ന തലമുറകളെയും. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്. റബ്ബ് പുറത്തു മാപ്പാക്കി തരട്ടെ. അള്ളാഹു യഥാർത്ഥമായിട്ടുള്ള ഇൽമുകൾ, സത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഇൽമുകൾ നമ്മളിലേക്ക് എത്തിക്കുകയും അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള തൗഫീക്ക് തരുകയും അതുവഴി ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ആ വേണ്ട മാറ്റങ്ങൾ വരുത്തി റബ്ബിന്റെ അടുത്ത് ഏറ്റവും തൃപ്തിയുള്ള അവസ്ഥയിൽ റബ്ബിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.